പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പുണ്യപാദപീഠത്തിലായിരിക്കുവാൻ ദൈവ കൃപയും ദൈവശക്തിയും ദൈവത്തിൻ്റെ ദാനവും ഓർത്ത് ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആ വാക്യത്തിൽ ഉപകാരങ്ങളൊന്നും മറക്കാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയും കർത്താവിനോട് നന്ദി പറയുകയും അപ്പോൾ തന്നെ അർഹരും യോഗ്യരുമാക്കിയ ദൈവസ്നേഹത്തിന് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:9. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇംഗ്ലീഷിലെ വാക്യം സ്വല്പം കൂടി വ്യത്യസ്തമാണ്. ഡു നോട്ട് ഗീവ് അപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. തളർന്നു പോകാഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ഡു നോട്ട് ഗീവ് അപ്പ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, നന്മ ചെയ്യാൻ മടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഗീവ് അപ്പ്. ഡു നോട്ട് ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ തളർന്നു പോകാഞ്ഞാൽ എന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഡു നോട്ട് ഗീവ് അപ്പ് എന്ന് ഉപേക്ഷിക്കരുത്, അത് നിർത്തിക്കളയരുത്. ഡു നോട്ട് ഗീവ് അപ്പ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോയി, 1 പ്രാവശ്യം തോറ്റു, 2 പ്രാവശ്യം തോറ്റു, 3 പ്രാവശ്യം തോറ്റു, ഇനി അപ്പോൾ പിള്ളേർ പറയും ഞാൻ എഴുതുന്നേ ഇല്ല, 4ാമത് ഒന്നുകൂടെ എഴുതിയ ഇനി ഞാൻ ഒരിക്കലും എഴുതുന്നില്ല, അത് ഉപേക്ഷിച്ചു. എന്നാൽ ആ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്ന വാക്കാണ് ഡു നോട്ട് ഗീവ് അപ്പ്. ഉപേക്ഷിക്കരുത്, ഒരിക്കൽ നീ പാസ്സാകും എന്ന് പറയുന്നതാണ് ഈ ഡു നോട്ട് ഗീവ് അപ്പ് എന്ന് പറയുന്ന വാക്ക്. ഉപേക്ഷിക്കരുത്. അപ്പോൾ നീ അത് തളർന്നു പോകാഞ്ഞാൽ നീ തളർന്നു പോകരുത്, നീ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കണം, ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. അതാ വാക്ക്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് റീപ്പ്, ഹാർവസ്റ്റ്, കൊയ്തെടുക്കാനിടയാകും. ഈ വാക്ക് കേട്ടെ. എനിക്കൊരു വ്യക്തിത്വത്തെ അറിയാം. ഈ പുറത്തേക്ക് പോകാൻ വേണ്ടി എക്സാം എഴുതി, 1 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. ഒരു 3-4 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഉപേക്ഷിക്കണം. ഞാൻ ആ 10 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, 10 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, 12, 13, 11, 12, 13, 14ാമത്തെ പ്രാവശ്യമാണ് എഴുതി കിട്ടിയത്. ഈ പുറത്തേക്ക് പോകാനുള്ള IELTS ഇംഗ്ലീഷ് ഫ്ലുവൻസിന്റെ എക്സാം ഉണ്ടല്ലോ, 14ാമത്തെ പ്രാവശ്യം. അപ്പൊ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, 14 പ്രാവശ്യവും നിങ്ങൾ എഴുതിയിട്ട് 13 പ്രാവശ്യം എഴുതിയിട്ട് അത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല? ഇല്ല. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ചിലർ എൻ്റെ പിൻപിലുണ്ടായിരുന്നതാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചിലർ എൻ്റെ പിൻപിലുണ്ടായിരുന്നു. ഇന്ന് ആ സപ്പോർട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ പിൻപിൽ നിനക്ക് ആളുണ്ടെങ്കിൽ, നിന്റെ പിൻപിൽ ആളുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ പിൻപിൽ ആളുണ്ടെങ്കിൽ അതേ നീ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകല് മനസ്സിലാക്കണം, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ നീ 1 പോയി 2 പോയി തളർന്നു പോകുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടാകത്തില്ല. നിന്റെ മുമ്പിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടാകത്തില്ല. ഉണ്ടാകാതിരിക്കുമ്പോൾ നിനക്ക് തോന്നും മടുത്തു, ഇനി ഇത് വേണ്ട, തളർന്നു, പറ്റുന്നില്ലെന്ന് തോന്നും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിന്നോടൊരു കാര്യം പറയാം കുഞ്ഞെ, ഈ ലോകത്തിൽ എല്ലാവരും നിന്നെ തളർത്തിക്കളയുമ്പോൾ, എല്ലാവരും നിന്നെ ഗിവപ്പിന് നീ വിട്ടിട്ട് പോ, നിന്നെ കൊണ്ട് ഇതൊക്കത്തില്ല, നീ കൊള്ളില്ലാത്തവനാണ്, നിനക്ക് കഴിവ് കെട്ടവനാണ്, നിനക്ക് കഴിവില്ലാത്തവനാണ്, നിനക്ക് കഴിവെട്ടവനാണ്, നിന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചു മാറ്റി നിർത്തുമ്പോൾ, നിന്നെ ചേർത്തു പിടിച്ച് നിനക്ക് വേണ്ടി കരുതി, നിന്നെ മാറോട് ചേർത്തു പിടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിച്ച് നന്മ ചെയ്യുവാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കരമുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്. നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാവുണ്ട്, അത് സർവശക്തനായ ദൈവത്തിന്റെ നാവാണ്. വചനത്തിൽ കൂടി നിന്നെ പ്രോത്സാഹിപ്പിക്കും വ്യക്തികൾ കൂടെ, അതേ ദൈവം നിയോഗിക്കുന്ന വ്യക്തികൾ കൂടി നിന്നെ പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും നിന്നെ തളർത്തിക്കളയുമ്പോൾ നിന്നെ ഉത്സാഹിപ്പിക്കുന്ന, നിന്റെ കരം തന്ന് മുന്നോട്ട് യാത്ര ചെയ്യിക്കുന്ന, നിന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിരുന്ന ഒരിടമുണ്ട്, അത് സ്വർഗമാണ്, അത് സ്വർഗത്തിന്റെ കരമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവഞ്ഞെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തളർന്നു പോയ സമയത്ത് ഇനി ഒക്കത്തില്ല, തളർന്നുപോയി എന്ന് പറയുമ്പോൾ ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, തളർന്നുപോയി, ഇനി എനിക്ക് പറ്റുന്നില്ല കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞു, കുഞ്ഞേ തളരുകയല്ല, നീ മുന്നോട്ട് നടക്ക, തളർന്നു പോകാതെ. ഇസ്രായേൽ ജനം പലപ്പോഴും തളർന്നു പോകാതെ ബലപ്പെടുത്തി നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം എഴുതിയിരിക്കുന്നു, തളർന്നു എന്ന് തോന്നുമ്പോൾ തളർന്ന കൈകളെ ബലപ്പെടുത്തുന്ന, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അതിനുവേണ്ടിയാ നിങ്ങളെ നയിക്കുന്ന, നിങ്ങളെ നടത്തുന്ന പാസ്റ്റർമാരെയോ വൈദികന്മാരെയോ അതേ ഉപദേശിമാരെയോ ഒക്കെ ആക്കിയിരിക്കുന്നത്, നിങ്ങളെ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ആക്കിയിരിക്കുന്നത് തളർന്നു പോകുമ്പോൾ ഉറപ്പിക്കാനാ. പഠിപ്പിക്കുന്ന അധ്യാപകരെ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇത് ഒക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ഇന്ന്
ഈ പ്രഭാതത്തിൽ കുഞ്ഞെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വാക്കൊന്ന് കേട്ടേ. ആകയാൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. മടുത്തിട്ടുണ്ടോ? നന്മ ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന ഫലം, ഈ വചനത്തിനകത്തേക്ക് വരട്ടെ, നന്മ ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന ഫലം തിക്തമായിരിക്കും, നെഗറ്റീവായിരിക്കും. നീ നന്മ ചെയ്യുമ്പോൾ നീ അറിയാത്ത കേൾക്കാത്ത കാര്യമായിരിക്കും ഇതിനെ കുറിച്ച് പറയുന്നത്. നീ പ്രതീക്ഷിക്കുന്ന ഫലമായിരിക്കത്തില്ല നീ ചെയ്യുന്ന നന്മയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത്. നീ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത തിന്മയായിരിക്കും നിനക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. നീ നന്മ ചെയ്ത് നീ ഉപകാരം ചെയ്യുമ്പോൾ ഉപകാരത്തിന് വിപരീതമായി നിനക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും കിട്ടുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന മടുത്തു പോകരുത്. നന്മ ചെയ്യുന്നതിൽ കുഞ്ഞെ നീ മടുത്തു പോകരുത്. അടുത്ത വാക്ക് തളർന്നു പോകാതിരുന്നാൽ, അതാ ഗീവ്. നീ ഉപേക്ഷിക്കാതിരുന്നാൽ, നന്മ ചെയ്തിട്ട് തിക്ത ഫലം അതേ നെഗറ്റീവായിട്ട് ഉണ്ടാകുമ്പോൾ, നീ പ്രതീക്ഷിക്കാത്ത സിനിമ കിട്ടുമ്പോൾ അവിടെ തളർന്നു പോകാതിരുന്നാൽ, ആ ഭാഷ അതേ ട്രാൻസ്ലേഷൻ പറയുന്നത് നീ ഉപേക്ഷിക്കാതിരുന്നാൽ, വീണ്ടും നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ തക്ക സമയത്ത് നാം ഫലം കൊയ്യും. നന്മ ചെയ്താൽ അത് നന്മ കൊയ്യും കുഞ്ഞെ. ദൈവസന്നിധിയിലാണ് നീ നന്മ വിതയ്ക്കുന്നത്. ഇതൊരു വിതയാ, നന്മ തന്നെ കൊയ്തെടുക്കും. നീ തിന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ സംശയമില്ല, തിന്മ കൊയ്തെടുക്കും. ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ നീ നന്മ വിതയ്ക്ക്, നന്മ കൊയ്യും. തിന്മയാണോ നീ വിതയ്ക്കുന്നത്, നിശ്ചയം തിന്മ കൊയ്യും. നന്മ വിതയ്ക്കാൻ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കട്ടെ. നന്മയാണോ വിതയ്ക്കുന്നത്, നന്മ തന്നെ കൊയ്യും. തിന്മയാണോ കുഞ്ഞെ നീ വിതയ്ക്കുന്നത്, അത് തിന്മയെ കൊയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നന്മ വിതയ്ക്കുമ്പോൾ നിനക്ക് കിട്ടുന്നത് ഉടനെ കിട്ടുന്ന ഫലം നന്മയായിരിക്കത്തില്ല. അതിന് തിക്ത ഫലമായിരിക്കും കിട്ടുക, കയ്പായിരിക്കും കിട്ടുക. പക്ഷെ നീ പതറിപ്പോകരുത്. നന്മ ചെയ്യാൻ മടുത്തു പോകാതിരുന്നാൽ, ഡോണ്ട് ഗീവ് അപ്പ്. നീ ഉപേക്ഷിക്കരുത്. നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നിന്റെ തക്ക സമയത്ത് ദൈവം നിയോഗിക്കുന്നതിന്റെ സമയത്ത് നിനക്ക് നന്മ കൊയ്തെടുക്കാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ. അതുകൊണ്ട് ആ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പീൻ. ആ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തും കുഞ്ഞെ. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ദൈവാലയങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അങ്ങനെ തന്നെ ജനത്തിന് കൈമാറുന്നു. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകാഞ്ഞാൽ, ഉപേക്ഷിക്കാതിരുന്നാൽ, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ആ നന്മയുടെ ഫലം കൊയ്യും. കർത്താവെ, അങ്ങനെ തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്നു. മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ, തളർന്നു പോകാതെ നന്മ ചെയ്യുവാൻ ജനത്തെ ബലപ്പെടുത്തുന്നപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം എല്ലാ കാര്യാദികളിലും യഹോവയുടെ കാരുണ്യം കൂടിയിരിക്കട്ടെ, കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവമഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറക്കി വരാകട്ടെ. താങ്ക് യു സോ മച്ച്.